നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ യു കം വിത്ത് എ ഫ്രീ ഹാൻഡ് ആൻഡ് ഫ്രീ ഹാർട്ട്. എന്താ കാരണം? കർത്താവ് തിരുമനസ്സാണെങ്കിൽ. യാക്കോബിൽ അങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം ചെയ്യും. Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിക്കൊള്ളുക. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. യാക്കോബ് 4:15. യാക്കോബ് 4:15. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. പറഞ്ഞ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോഴേ എല്ലാത്തിൻ്റെയും കൂടെ ഇഫ് ഗോഡ് വിൽസ് എന്ന് ചേർക്കണം. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും കൂടെ, നിങ്ങൾ എല്ലാ നിയോഗങ്ങളുടെ കൂടെ ചേർക്കേണ്ട ചേരുവകയാണ് എന്താണ്? ദൈവം മനസ്സാകുന്നെങ്കിൽ. പലർക്കും ഉടമ്പടി എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു ഏഞ്ചൽ തന്നെ, ഏഞ്ചലിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏഞ്ചൽ ഈ സാക്ഷ്യം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. വേദന അവളെ കുത്തി വേദനിപ്പിച്ച് കിളച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദനയെങ്കിലും ഒന്ന് കുറയാൻ വേണ്ടി ഏഞ്ചൽ മാതാവിനോട് പറയും, അമ്മേ എത്ര പേർക്ക് സ്വപ്നം കാണുന്ന അമ്മ, എത്ര പേര് അമ്മയെ സ്വപ്നം കാണുന്നു. ഉടമ്പടിയുടെ ഏറ്റവും വലിയ, നമ്മളിപ്പോൾ ഈ കാലം ഉടമ്പടി ഇങ്ങനെ മൂത്ത് റൈപ്പായി വന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അമ്മ നേരിട്ട് വരികയും സംസാരിക്കുകയും സ്വപ്നം കാണുകയും വഴി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാരൂപത്തിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണത്. അപ്പോൾ ഏഞ്ചൽ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ആരുമില്ല, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ ജീവിക്കുമോ, എനിക്ക് പരീക്ഷ എഴുതി, എനിക്കൊരു ജീവിതം ഉണ്ടോ എന്നൊക്കെ അമ്മയോട് കിടന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പോൾ എത്ര പേർക്ക് അമ്മ സ്വപ്നത്തിൽ രക്ഷപ്പെടാമെന്ന്. എനിക്കൊരു അടയാളം തരാൻ പറയും, എനിക്ക് ജീവിക്കണ്ടേ, ജീവിക്കും. കാര്യം എൻ്റെ കാലം അനങ്ങുന്നില്ല, ശരീരം മരവിച്ചു എന്നു. അന്ന് രാത്രിയാകുമ്പോൾ ഒരു 3 മണിയാകും. 3 മണിയാകുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ഒരു സ്ത്രീ വരും. എന്നിട്ട് ഇവളുടെ കയ്യെ കയറി പിടിക്കും, എഴുന്നേക്കാൻ പറയും. എഴുന്നേക്കാൻ പറയുമ്പോൾ അവൾ പറയും, എനിക്ക് എഴുന്നേക്കാൻ പാടില്ലെന്ന് പറയും. എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, പറ്റത്തില്ല, ഭയങ്കര വേദനയാണ്. ഉടനെ ഇവൾ, ഞാനല്ലേ പറയണത്, മറ്റുള്ളവരുടെ മുമ്പിൽ, യുവാക്കന്മാരുടെ മുമ്പിൽ, യുവതികളുടെ മുമ്പിൽ നിന്നെ ഞാൻ സാക്ഷിയാക്കും, നീ എഴുന്നേക്കാൻ പറയും. ഉടനെ ഇവൾ എഴുന്നേക്കും. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. എത്രയോ ദിവസങ്ങളായ പാവം എഴുന്നേറ്റിട്ട്. അവളിങ്ങനെ എഴുന്നേറ്റ് രാത്രി ഇങ്ങനെ പയ്യെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, അതായത് ഞാനിങ്ങനെ സോഡിയം കുറഞ്ഞു പോയ ആൾക്കാരെ പോലെ ഇങ്ങനെ പാറ്റി പോകണം കണ്ടപ്പോൾ എൻ്റെ അമ്മ താഴെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എൻ്റെ അമ്മ ചാടി എഴുന്നിട്ട് എൻ്റെ വേറെ ഏഞ്ചൽ എവിടെ പോണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി കയ്യെ പിടിക്കും. അപ്പോൾ ഏഞ്ചൽ പറയും, അമ്മ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്, എന്നോട് നടക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ കൂടെ നടക്കുകയാണ്. ഉടനെ പറയും, എൻ്റെ പെറ്റമ്മയും പരിശുദ്ധ അമ്മയും എൻ്റെ ഇടവും വലവും പിടിച്ചുകൊണ്ട് എന്നെ ആശുപത്രിയിൽ നടത്തി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ സുഖപ്പെട്ടു. രാത്രി ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടു, എന്നെ കൈപിടിച്ചു, എന്നെ കൈപിടിച്ച് നടത്തിയെന്ന്. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ,
തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞ മണം. കരുതി പറയാ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം. പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം. പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം ആധ്യാത്മികത ഈ തലമുറയോടുള്ളൊരു പ്രതികാരമാണ്. കാരണം ഞാൻ അച്ഛനായ കാലം മുതൽ ഇങ്ങനെ യേശു ഏകരക്ഷകൻ എന്നുള്ള ബൈബിളിൻ്റെ അടിസ്ഥാന വെളിപാട്, അതിൻ്റെ പേരിൽ ദൈവം നമുക്ക് മധ്യസ്ഥരായി തന്ന വിശുദ്ധന്മാരെയും സർവോപരി ലോകത്തിന് യേശുവിനെ നൽകിയ അമ്മയെപ്പോലും നിഷേധിച്ചുകൊണ്ട് നമ്മുടെ സഭാതലങ്ങളിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? അതിനെല്ലാം എതിരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലുള്ള അനുഭവത്തിലൂടെ യേശുവിനെ കണ്ടെത്തി ജീവിക്കുന്ന സാക്ഷാത്കാരത്തിലേക്ക് കേരള സഭയെയും ലോകസഭയെയും ദൈവം തിരികെ കൊണ്ടുവരികയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം പരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം പരമാതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏഞ്ചലിൻ്റെ മനസ്സിൽ അന്ന് അവളുടെ കൈപിടിച്ച രാത്രിയിലെ അമ്മ ചെവി പറഞ്ഞൊരു സത്യമുണ്ട്. നിന്നെ ഞാൻ ഈ കട്ടിലിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാതെ അതിൻ്റെ അനുഗ്രഹവും ആനുകൂല്യം കൈപ്പറ്റാതെ വിശ്വാസം തണുത്തുപോയ ആൾക്കാരെ നിന്നിലൂടെ തിരികെ വിളിക്കാനാണെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. യോഹന്നാൻ 15:7 എന്താണ്? യോഹന്നാൻ 15:7 എന്താണ്? എൻ്റെ വചനം പറഞ്ഞേ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അപ്പം ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നുള്ളത് നമുക്കറിയാം. ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ദിവസം 10 സാക്ഷ്യമാണ് ഇപ്പോൾ അപ്പ് ചെയ്യണത്. 10-20 സാക്ഷ്യങ്ങൾ, 25 സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 10 അപ്പ് ചെയ്യും. അപ്പോൾ 10 അപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. കടം, ജോലി, ജപ്തി, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞങ്ങൾക്ക് ആവശ്യമായ അഭിഷേകം. ആൻസി കുമ്പളങ്ങിയ. അപ്പം ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണേ. ആൻസി കുമ്പളങ്ങി എന്ന് നമ്മുടെ നാട്ടുകാരിയാണ്. അവർ കല്യാണം കഴിച്ച് വിട്ട ആളാണ്. പക്ഷേ അവളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്. ആങ്ങള കല്യാണം കഴിച്ചതാണ്. അപ്പം 4 പേരുണ്ട്. പക്ഷേ എന്നാ പറ്റിയ വെച്ചാൽ ആങ്ങള മദ്യപാനം തുടങ്ങി. അപ്പോഴത് രാത്രിയും പകലും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ, കുടി വന്നു കഴിഞ്ഞാൽ വെളിവ് ഉണ്ടാകത്തില്ലല്ലോ. ജീവിതത്തെക്കുറിച്ച് വെളിവില്ല, വരുമാനമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഭാര്യ വഴക്കിട്ട് പോയി. എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ രീതിയിൽ പോയി കളഞ്ഞ്. പിന്നെ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദുരന്തം. അപ്പോൾ ഒരാൾ കുടുംബത്തിൽ നിന്ന് തകർന്നാൽ മൊത്തം തകരുവേ. അടുത്ത ദുരന്തം എന്താ? അടുത്ത ദുരന്തം വീടിന് ജപ്തിയായി. അപ്പോൾ വരുമാനം ഇല്ലാതെ കടമ്പയുടെ ജീവിച്ചു കഴിഞ്ഞാൽ വീട് പിന്നെ പണയം വെക്കുക, ജപ്തിയായി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും രോഗിയാണ്, വീട് ജപ്തിയുമാണ്. ആങ്ങള വെള്ളമടിച്ച് നാട്ടിൽ കറങ്ങി നടക്കണം. ഇപ്പം ആങ്ങളെയും കാണാനില്ല. അപ്പം ജീവിതം പോണ പോക്ക് കണ്ടില്ലേ? അങ്ങ് ജീവിതം മുങ്ങിപ്പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ആൻസി വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ആങ്ങള മദ്യപാനം ഉപേക്ഷിക്കണം. അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. ആങ്ങളെ മദ്യപാനം ചെയ്ത് വീട് വിട്ട് ഇറങ്ങി. ആങ്ങളുടെ ജീവിതം തീർന്നപ്പോൾ അതിൻ്റെ വ്യസനം തലക്കടിച്ചിട്ട് അമ്മ, ആൻസി പറയണത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. ഇരുട്ടത്ത് കുത്തിയിരിക്കണ കണ്ട് അമ്മയ്ക്ക് എന്നെ നിങ്ങളൊന്ന് നോക്കി ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട. മകൾ കയറി ചെന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും. അതിനിടക്കാണ് വീടിന് ജപ്തി വരണത്. പിന്നെ ജപ്തി എന്ന് വെച്ചാൽ അവർ ഈ ആൻസി തന്നെ ഭർത്താവുമായിട്ട് ആലോചിച്ച്, ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് കടമൊക്കെ മേടിച്ചാലും വീട് വിട്ട് അവർ ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കടം മേടിച്ചാലും ജപ്തി പരിഹരിക്കാം. കാര്യം അവർ രണ്ടുപേരും ദിവസകൂലി പണിക്കാരാണ്, അല്ല വലിയ പണക്കാരല്ല, ദിവസകൂലിയായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് മനസ്സുള്ളത് കാരണം അപ്പനും അമ്മയും അവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവർ കടം മേടിച്ച് ജപ്തി ഒഴിവാക്കി കൊടുത്ത്. പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് അടുത്ത കുരിശു തന്നെ. എന്നാ കുരിശു വന്നത്? ഭയങ്കര പ്രളയം വന്ന് മഴ പെയ്ത് ഭയങ്കര പ്രളയമായി. വീട് ഒടിഞ്ഞു പോയി. വീട് പഴയ വീടായിരുന്നു, അത് ഒടിഞ്ഞു പോയിട്ട്, അത് ഇടിഞ്ഞു പോയിട്ട് അപ്പനും അമ്മയും അകത്തായി പോയി. പിന്നെ മരിച്ചില്ല. ഇവർ രണ്ടുപേരും കൂടി ചെന്ന് അപ്പനും അമ്മയും പുറത്താക്കിയിട്ട് പോയി ഒരു വാടക വീട് കണ്ടുപിടിച്ച് അപ്പനും അമ്മേനെയും വീട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഉടമ്പടി എന്നിട്ട് ഈ ഉടമ്പടി ഇപ്പം നോക്കിയാൽ ഉടമ്പടിയിലൂടെ പോകുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞ് വീഴണം നോക്കണം. പക്ഷേ ഇവർ പരാജയപ്പെടാൻ തയ്യാറല്ല. അവരെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി അതിൻ്റെ ഇടയ്ക്കുള്ള ഉടമ്പടിയുടെ നിങ്ങളിപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ. അപ്പോൾ വചനം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്. അത് ഓർത്തേക്കണം. നിങ്ങൾക്ക് വേറെ പണിയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വചനം നിലനിൽക്കണം. എന്താണ് ഒരു വചനം? നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ പ്രസംഗിക്കാൻ നമുക്ക് ചാതുര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്. അപ്പോൾ വചനം നിവർത്തിയാക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ വചനത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഓർക്കണം, ഈ ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രേക്ഷിത പ്രവർത്തനമാണ്. അല്ലാതെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനമാണ് ഇതിൻ്റെ സംഭവം. അതിൻ്റെ ഇവാഞ്ചലേഷൻ പ്രവർത്തനം, അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം, അത് ലോകത്തിന് പാപത്തിന് പാപത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നെങ്കിൽ സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ അനുതാപപ്പെടണം. അപ്പം അനുതാപമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അത് ഭൂമിയുടെ അതിർത്തി വരെ അനുതാപം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. സുവിശേഷം പ്രഘോഷിക്കണത് സുവിശേഷത്തെ വിശ്വസിക്കാനാണ്. സുവിശേഷം വിശ്വസിക്കണത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
വിശ്വസിച്ചവർ അവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനം, അങ്ങയുടെ നാമം ലോകത്തിന് കൈമാറിക്കൊണ്ട് അവരുടെ പാപക്കറകളിൽ നിന്ന് യേശു നാമത്തിലെ അവർ അനുദപിച്ചുകൊണ്ട് യേശു നേടിയെടുത്ത നിത്യജീവനിലേക്ക് കൃപകളിലേക്ക് മനുഷ്യരാശിയെ ശുദ്ധീകരിക്കുന്നതിനായി സുവിശേഷത്തിന്റെ ഉപകരണമാക്കി എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഒരുമിച്ച് പാടുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് യേശുനാമം അതിശയനാമം ഈഴേനിക്കുമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഈഴേനിക്കുമ്പനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടുത്തിരുന്നു വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടുത്തിരുന്നു വല്ലഭത്വമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം ഈഴേനിക്കുമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഈഴേനിക്കുമ്പനാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഈ സുവിശേഷം കൈമാറ്റപ്പെടണം, വചനം ആൾക്കാർ വിശ്വസിക്കണം, വിശ്വസിച്ച് യേശുനാമത്തിൽ പാപക്ഷമ സ്വീകരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത്, നമ്മുടെ ആഗ്രഹമല്ലത്. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുകയും വ്യഗ്രത കൊള്ളുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ലോകം ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ ഒരു വിഷമം ആർക്കാണ് വിഷമമായി തീരണത്? അവരാണ് ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് മാറണത്. അത് ആർക്കും ആകാം. നിങ്ങളീ പത്രം കൊടുക്കുമ്പോഴേ, ഇപ്പോൾ ആൾക്കാരൊക്കെ പത്രം കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു സാക്ഷ്യം വായിച്ചു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 അഭിഷേകത്താൽ നിറയ്ക്കണമേ ഈശോയെ. കൈമാറുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. യേശുവേ ആരാധന ആരാധന. ആ സാക്ഷ്യത്തിൽ എന്ത് സംഭവിച്ചാൽ ഒരു ചേച്ചിയാണ്, ഇടുക്കിയിലൊരു ചേച്ചിയാണ്, പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഇന്നലെ മറ്റേ പറഞ്ഞ സാക്ഷ്യമാണത്. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ ഏലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മോൾ അവിടെ ഈ സാക്ഷ്യം ഇങ്ങനെ മൊബൈലിൽ തുറന്നു വെച്ചുകൊണ്ട് വരും. നമ്മുടെ സ്ഥിരം പരിപാടിയാണ് സാക്ഷ്യം കേട്ടുകൊണ്ട് നടക്കുക. ഈ മനുഷ്യന്മാരൊക്കെ മാറിപ്പോയിപ്പോൾ. അവളതിന് ഏലത്തോട്ടത്തിൽ പണി ചെയ്യാൻ വരുമ്പോൾ ഈ സാക്ഷ്യം ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരോട് ചോദിക്കും, മകളെ ഇത് എവിടെ നിന്നാണ്, ഏത് മാതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ആലപ്പുഴ മാതാവാണ്. അത് നമുക്കറിയാവുന്ന ഭാഷ പറയും. പക്ഷേ ജനങ്ങളിത് വിശ്വസിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ശരീരത്ത് മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു. ഇവളുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു, വേദനയുള്ള വെള്ളപ്പാണ്ടുകൾ. ഇവളുടെ ജീവിതത്തിൽ പെങ്കൊച്ചല്ലേ, അപ്പം അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മരണകരമായ വേദന അനുഭവിക്കുന്ന വിഷയമാണിത്. ഇവൾ ഇങ്ങനെ ഒരു പത്രം കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അമ്മയെ നേരിട്ട് കണ്ട്, കാശുണ്ടായിട്ട് വന്നതല്ലേ, അവിടെ നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പാടാ. അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റണം, വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ലേ കുഴപ്പമില്ല, കരിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉപ്പും ഉടമ്പടി തൈലം കൂടി തേച്ച് ഇവിടെ വെള്ളപ്പാങ്ങണ്ട് സെക്കൻഡുകൾക്ക് മായാൻ തുടങ്ങി. അപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ കണ്ട്, ഏലത്തോട്ടത്തിൽ പണിയെടുക്കണ വേറെ ആൾക്കാർ ഇത് കണ്ട്, അപ്പോൾ പിന്നെ അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി.
അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രചരിക്കുന്നത്? അപ്പോൾ ഒരു മകളിലൂടെ ഇപ്പം നിങ്ങൾ എന്നിട്ട് വേറെ ഒരു ചേച്ചി ഇത് കേട്ടിട്ട് പറഞ്ഞ്, അമ്മേ, അപ്പം അവളുടെ വീട്ടിൽ കുറേ പ്രശ്നം. കാര്യം അത് മകൾക്ക് ജർമ്മനി പോകണം, പക്ഷെ അവൾ പഠിച്ചിട്ടും തലേ കയറണില്ല, പോകാനുള്ള പരീക്ഷയ്ക്ക് തോറ്റും പോണ പോലെ അവൾക്ക് ആത്മവിശ്വാസമില്ല. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടിട്ട് ചേച്ചി പറഞ്ഞ്, ഞാനൊരിക്കൽ അമ്മയെ പോയി കാണും. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ പറയണത് അമ്മയെ പോയി കാണും എന്നൊക്കെയാണ് പറയണത്. കാര്യം ഇന്ന് വെളുപ്പിന് വേറെ ഒരു സാക്ഷ്യം കേട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അത് രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, രമ്യ കൃഷ്ണൻ പ്രഗ്നൻ്റാണ്. പക്ഷെ അവളുടെ മകൾക്ക്, മൂത്ത മകൾ 3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖമായിട്ട് അവളെ ഈ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. RCC ക്യാൻസറായിട്ട് RCC കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞ് ഒറ്റക്ക് പോയത് കാരണം ഈ ഗർഭിണിയായി ഇവൾക്ക് പോകാൻ പറ്റണില്ല. ഒന്ന് നോക്കിയാൽ ഓരോ മനുഷ്യന്മാർ വിഷമിക്കണ വിഷമം കണ്ടില്ലേ? അവൾ ഗർഭിണിയായത് കാരണം 4-5 മാസം പറ്റിയാണ്. അവിടെ ഈ സങ്കടപ്പെട്ട് കുഞ്ഞിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൾക്കാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഗുരുതരമായ അസുഖമാണ്. ചിലപ്പോൾ തിരിച്ച് കുഞ്ഞ് വരത്തില്ല. അത് ഈ അമ്മയ്ക്കറിയാം. ചങ്കക്കൊണ്ട വിഷയമാണിത്. അപ്പോൾ ഈ കുഞ്ഞ് പോകണമെന്ന് നോക്കി കണ്ണീരോടെ കൈയും കാണിച്ചോളം നിൽക്കുകയാണ്. അപ്പോൾ അവൾ പോയി, അവൾ അഡ്മിറ്റായി, അവൾ ഐസിയുലാക്കി. ഒരു ദിവസം അവളുടെ അസുഖം പെരുത്ത്. പിന്നെ ഗർഭം ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ല, കുഞ്ഞിനെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെടച്ചല്ലേ എറണാകുളത്ത് നിന്നിട്ട് അവൾ ഇതിലേ പോയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ വന്ന് അമ്മയെ കണ്ട്, എന്നിട്ട് പൊട്ടിക്കരഞ്ഞ്, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് എന്ത് കാര്യം, നീ വരാതെ, നീയും കൂടി വരണേന്ന് പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. പിന്നെ അമ്മ ഇവളുടെ കൂടെ പോകും. ആ കുഞ്ഞിനെ വീണ്ടെടുക്കേണ്ട സംഭവമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അതായത് എന്താ വെച്ചാൽ ഇപ്പം ആൾക്കാരൊക്കെ സംസാരിക്കണത് നേരിട്ട് സംസാരിക്കുക, നമ്മൾ ഈ മനുഷ്യന്മാരെ പോലെ നമ്മളുടെ കൂടെ വരിക, ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകണത്. എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നൊക്കെ, എന്നിട്ട് ഈ മനുഷ്യന്മാരാരും വിശ്വസിച്ചില്ല. ദൈവത്തിന് നമ്മുടെ കൂടെ വന്ന് നമ്മളെ സന്ധിക്കാനുള്ള കൊതിയാണ് അമ്മരൂപമായിട്ട് മാറണത്. അതാണ് അമ്മ പറയണത്, ഈശോ പറയണത്, ഇതാ നിൻ്റെ അമ്മയെന്ന്. ഈശോ തന്നെയാണ് അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ, എന്നോട് അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഈ യേശുക്രിസ്തുവും പിതാവും നമ്മളെ വസിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. കൈയടിച്ച് ശ്രുതികട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു.
യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം ആരാധന. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ സന്തോഷത്തോടെ ഒരു ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിനും വെച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം എപ്പോഴെല്ലാം കേൾക്കുന്നു അപ്പോഴെല്ലാം ഈ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇടിപ്പണ പോലെ കർത്താവിൻ്റെ വലിയ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കുന്ന വലിയ സ്വർഗീയ നിമിഷമാണ്. കർത്താവേ നിന്നെ വാഴ്ത്തുന്നു, കർത്താവേ നിനക്ക് നന്ദി പറയുന്നു, കർത്താവേ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ശ്രുതികടേ, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിനക്ക് വേണ്ടി തിരുവിഴാവിൽ മെരുവേറ്റവനെ, നിനക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്നെ മുൾക്കിടം നൽകുന്ന വിശുദ്ധമായ രക്തം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ. ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ. കർത്താവേ നിന്റെ വിശുദ്ധ രക്തത്താൽ അങ്ങനെ മക്കളെ സ്നാനം ചെയ്യിക്കണമേ. വൈദാക്കാലം പോലെ അടിപ്പിടൽ പോലെ മാരക രോഗങ്ങള്, തീരാവേദികള്, കുടൽ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ഇപ്പം ഭ്രാന്തി രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. സത്യാലല്ല ശ്രുതികളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സത്യാലല്ല ശക്തിയാലല്ല താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിത്തിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. വീണ്ടും ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈവച്ചുകൊണ്ട് വലത് കൈ ശേഷം വെച്ചുകൊണ്ട് നീ പ്രാർത്ഥന നിന്നോട് ആവശ്യപ്പെട്ടവരെല്ലാം ഓർക്കുക. നിന്റെ മകളാകാം, അയൽവാസിയാകാം, ബന്ധുവാകാം, സ്വന്തമാകാം, അയൽവാസി ആരായാലും നിന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെല്ലാം അവിടെ ജോലിയില്ലാത്ത അവസ്ഥയാകാം, അവർക്ക് വീടില്ലാത്ത അവസ്ഥയാകാം, വഴിയില്ലാത്ത അവസ്ഥയാകാം, അവർ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ജയിക്കാത്ത അവസ്ഥയാകാം, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാകാം, വിവാഹം ഒത്തുവരാത്തവരാകാം, മക്കളില്ലാത്തവരാകാം, ആന്തരിക അവയവങ്ങൾ രോഗങ്ങളുള്ളവരാകാം, വിദേശത്ത് നിന്ന് പോരാൻ പറ്റാത്തവരാകാം, തിരിച്ചു പോകാൻ പറ്റാത്തവരാകാം, യഹോവയുള്ള തടസ്സമാകാം. എന്ത് തടസ്സമായാലും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ഉടമ്പടി നൽകിയ മാതാവിൻ്റെ മാധ്യസ്ഥതയിലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് ഈ അൽത്താറെ നടന്നിട്ടുള്ള 10,000 ആരാധന ശക്തിയാൽ ഈശോയുടെ ഉന്നതമായ നാമത്തില് ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ട് വ്യക്തിയോടെ ചെയ്യുന്ന എല്ലാ മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ മാരക രോഗങ്ങള്, വേദികള്, ജീവിതങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയാലല്ല നിങ്ങളുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ